The Real FM 103.6. ശ്രദ്ധ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങൾക്കുള്ള ശമ്പളത്തിൽ 1.5 ലക്ഷത്തിലധികം രൂപയുടെ വർധനവ് വരുത്തിയുള്ള തീരുമാനം വലിയ ചർച്ചയായിരിക്കുകയാണ്. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഈ സമയത്ത് മറ്റ് മേഖലകളിൽ പ്രതിമാസ വേതനത്തിൽ വലിയ വർധനവ് ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഒരു വിഭാഗത്തിന് മാത്രം ഇത്രയും വലിയ ശമ്പള വർധനവ് എന്നതാണ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഈ വിഷയത്തിൽ മുൻ MP അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് നേരത്തെയുള്ള ആക്ഷേപം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതിനേക്കാൾ വലിയ PSC ആണ് കേരളത്തിലുള്ളത്. അത്രമാത്രം അംഗങ്ങൾ അതിലുണ്ട്. ഈ ആധുനികമായ കമ്പ്യൂട്ടർ യുഗത്തിൽ അത്രമാത്രം അംഗങ്ങൾക്ക് എന്താണ് ജോലി എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് എന്തിനാണ് ഇത്രയും വലിയ തുക ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്? ഒരു പ്രപ്പോർഷനൊക്കെ വേണമുള്ള കാര്യങ്ങൾക്ക്. കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ്, ആ സ്ത്രീകൾ അത് അവരുടെ ദുരിതങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അവിടെ സമരം ചെയ്യുകയാണ്. നമ്മൾ എന്ത് പറയുമ്പോഴും ഗവൺമെന്റിന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു കാര്യം സാമ്പത്തിക പ്രതിസന്ധി, ഞെരുക്കം എന്നുള്ളതാണ്. ശരിയായിരിക്കാം, ആ ഞെരുക്കത്തെ അതിജീവിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതൊരു ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതിനിടയിൽ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ചിലർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുക, ചെറിയ വർധനവൊന്നുമല്ലോ അവിടെ നടത്തിയിരിക്കുന്നത്. അത് വരുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. PSC അംഗങ്ങൾക്ക്, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിക്ക് ഒക്കെ യാത്ര ചെലവെന്നും മറ്റ് ഓരോ പേരുകളും ശമ്പളത്തിൽ എന്ന് പറഞ്ഞും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ ഒന്നും കിട്ടാതെ കഷ്ടപ്പെടുന്ന സ്ത്രീകൾ, വൃദ്ധജനങ്ങൾ, അനാഥർ, അവർക്ക് കൊണ്ടാകുന്ന മനോവേദന അതൊരു വലിയ കാര്യമല്ല. നമ്മളൊരു സാമൂഹിക നീതിക്ക് വേണ്ടി അവസർക്ക് ആശ്വാസം എത്തിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ചെലവാക്കുന്ന പണം അത് ന്യായീകരിക്കപ്പെടുന്നതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചെലവ് അത് ആഡംബരമായി ദുർവ്യയമായി ഉള്ള ഈ വർധനവ് അതത്ര ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരമൊരു ശമ്പള വർധനവ് പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്. PSC അംഗങ്ങളുടെ ശമ്പളം അത് 2.5 ലക്ഷത്തോളം രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമായി ലഭിക്കുന്നവർക്കാണ് 4 ലക്ഷത്തിന് മുകളിൽ ആനുകൂല്യങ്ങൾ കിട്ടത്തക്ക രീതിയിൽ വൻ ശമ്പള പരിഷ്കരണം നടത്താനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അത്ര വലിയ ശമ്പള പരിഷ്കരണത്തിന്റെ കാരണം പറയുന്നത് ഇവര് ജുഡീഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റിൽ ഉള്ളവരെ പോലെ, അതായത് ജഡ്ജസ് പോലെ ഉള്ളവരുടെ ശമ്പളവുമായിട്ടാണ് PSC മെമ്പേഴ്സിന്റെ ശമ്പളവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ അവരുടെ ശമ്പള ലെവല് ഈ പറയപ്പെട്ടതുപോലെ ഉയർന്ന നിലവാരത്തിലായതുകൊണ്ട് അതേ ഉയർന്ന നിലവാരത്തിലേക്ക് ഇവരുടേതും ഉയർത്താതെ പറ്റുകയില്ല എന്നൊരു കാരണമാണ് ഇതിന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ആരുടെ ശമ്പള ലെവല് തന്നെയും ആകട്ടെ, സാധാരണ മനുഷ്യരുടെ ശമ്പള ലെവൽ എന്താണ്, അല്ലെങ്കിൽ ജീവിത നിലവാരം എന്താണ്, ആ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഗവൺമെന്റിന്റെ ലക്ഷ്യം. PSC മെമ്പേഴ്സ് ചെയ്യുന്ന ജോലി എന്താണെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് ഇന്ത്യയിലെ 22 പരീക്ഷകൾ നടക്കുന്ന UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനിൽ 11 മെമ്പേഴ്സ് മാത്രമാണുള്ളത്. അപ്പോഴാണ് കേരളത്തിലെ 21 PSC മെമ്പേഴ്സ് ഉള്ളത്. എന്താണ് അവരുടെ ജോലി? 3,57,00,000 ജനങ്ങളാണ് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കേരളത്തിലുള്ളത്. അവരുടെ മാത്രം കാര്യം നോക്കാൻ തൊഴിൽ കാര്യങ്ങൾ നടത്തുന്ന PSC 21 പേരെ വെച്ച് കളിക്കുന്നു. ഈ ശമ്പള പരിഷ്കരണം തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമാണ്, സാധാരണക്കാർക്ക് എതിരാണ്, ഒരു തരത്തിലും അങ്ങനെ നടത്തിക്കൂടാത്തതാണ്. രാഷ്ട്രീയപരമായി മാത്രമുള്ള നിയമനമാണ് PSC അംഗങ്ങളുടേത്. സേവനമായി മാത്രം കണക്കാക്കേണ്ട ഒരു ജോലിക്ക് ഇത്രയും വലിയ തുക ശമ്പളം എന്നത് PSC അംഗങ്ങൾ തന്നെ നിരസിക്കേണ്ടതുണ്ടെന്ന് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദ്. കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾക്ക് 1.5 ലക്ഷത്തിലധികം രൂപയുടെ വർധനവ്, ചെയർമാൻ ഏകദേശം 2 ലക്ഷത്തിലധികം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തി കൊടുത്തു. എന്തടിസ്ഥാനത്തിലാണ് ഈ വർധനവ് നടത്തിയത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കണം. ഒരു ഭാഗത്ത് വലിയ കഷ്ടപ്പാടിൽ ജനങ്ങൾ നിൽക്കുന്ന സമയത്ത് കഴിഞ്ഞ ബഡ്ജറ്റ് കാലത്ത് ജനം മുഴുവൻ പ്രതീക്ഷിച്ചത് ക്ഷേമ പെൻഷനിൽ എന്തെങ്കിലും ചെറിയ വർധന ഉണ്ടാവും എന്നായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. കുടിശ്ശിക കിട്ടുമെന്നായിരുന്നു, അതിനെപ്പറ്റിയും പരാമർശമില്ല. മറുഭാഗത്ത് ആശാ വർക്കർമാരെ പോലെയുള്ള ആളുകൾ വലിയ സമരത്തിലാണ് ഉള്ളത്. കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടക്കുന്ന സമയത്ത് ആ സമരത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ ഈ കേരളത്തിലെ PSC അംഗങ്ങളുടെ വർധനവ് ഉണ്ടാക്കിയത്. എന്തടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് അത് ചെയ്തത് എന്ന് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സർവീസ് പോസ്റ്റ് ആയിരിക്കേണ്ട സമയത്താണ്
അതും ഈ ജനങ്ങളുടെ നികുതി പണമെടുത്ത് ആ തരത്തിലുള്ള നിലപാടിലേക്ക് പോകുന്നത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതാണ്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ വയനാട് മുണ്ടക്കൈ ദുരിത ബാധിതർക്ക് സഹായം എത്തിക്കാൻ പോലും പ്രയാസപ്പെടുന്നു എന്ന് പറയുന്ന എന്തിനാണ് വളരെ കുറച്ച് വ്യക്തികൾക്ക് ഇത്രയേറെ ശമ്പളം നികുതി പണത്തിൽ നിന്ന് എടുത്തു കൊടുത്തത് എന്ന് അതിന്റെ ന്യായീകരണവും അതിന്റെ നീതീകരണവും ഒരു ഘട്ടത്തിലും ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു 1000-ഓ 10,000-ഓ 20,000-ഓ കൊടുത്താൽ നമുക്ക് അംഗീകരിക്കാം. 1.5 ലക്ഷം രൂപയുടെ വർധനവ് ഒരാളുടെ ശമ്പളത്തിൽ വരുത്തുക എന്ന് പറഞ്ഞാൽ, അതും കേരളത്തിലെ സാധാരണക്കാരെ നികുതി പണത്തിൽ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളിയാണ്. എന്നാൽ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ PSCയുടെ കാര്യത്തിലുള്ള പല തീരുമാനങ്ങളും സർക്കാരിന്റെ പരിധിക്കപ്പുറമുള്ളതാണ്. അതിനാൽ തന്നെ ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വവുമാണ്. കേരള PSC മുൻ അംഗം അഡ്വക്കേറ്റ് ഇ രവീന്ദ്രനാഥൻ. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതായത് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ തന്നെ അതിൽ വ്യക്തമായി ആർട്ടിക്കിൾ പ്രകാരം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള അംഗങ്ങൾക്ക് നിശ്ചിത ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരെയാണ് അവിടെ വെക്കുന്നല്ല. ഇപ്പൊ ഗവർണർക്ക് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടില്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടില്ല, ലോക്സഭാ മെമ്പർമാർക്ക് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ വിദ്യാഭ്യാസ യോഗ്യത പറയാത്തത് ഭംഗിയായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഉയർന്ന അറിവുള്ള ആളുകളെ വെക്കും എന്നുള്ള ധാരണപ്പുറത്താണ് അങ്ങനെ പ്രത്യേകം ക്വാളിഫിക്കേഷൻ പറയാത്തത്. അങ്ങനെ തന്നെയാണ് കേരള PSC അനുവർത്തിച്ചു വരുന്നത്. അവിടെ വരുന്നതിലെ ഏകദേശം 50% ആളുകളും ഗവൺമെന്റ് സർവീസിൽ ഉന്നത പോസ്റ്റുകൾ വർക്ക് ചെയ്യുന്നവരാണ്. നോൺ IAS കേഡറിലായിരിക്കുന്നവരും. പബ്ലിക്കിൽ നിന്ന് എടുക്കുന്ന 50% വളരെ കാലം പ്രാക്ടീസ് ചെയ്ത അഭിഭാഷകർ, അതേപോലെ തന്നെ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, എക്സ്പേർട്സ്, ഇങ്ങനെയുള്ള ആളുകളെയാണ് വെക്കുന്നത്. അവരൊക്കെ PSCയിൽ പോകുന്ന സമയത്ത് തന്നെ 1-2 ലക്ഷം സാലറി അല്ലെങ്കിൽ വേതനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെ വെക്കുമ്പം അവർ ഭരണഘടനാ സ്ഥാപനത്തിൽ പ്രവർത്തിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ മുകളിൽ അവിടെ വർക്ക് ചെയ്യുന്നു. 6 വർഷം പൂർത്തിയാക്കുന്നു. 6 വർഷം കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർക്ക് ഒരു സ്ഥാനത്തും വർക്ക് ചെയ്യാൻ സാധ്യമല്ല ഗവൺമെന്റ് കീഴിൽ. അതുകൊണ്ട് തന്നെ അവരുടെ സാലറിയും മറ്റു കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി ജഡ്ജിന്റെ സാലറി ആയിട്ട് ഉള്ള പാരിറ്റിയിലായിരുന്നു. പിന്നീട് അത് എപ്പോഴോ ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ സാലറി ആയി ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ജില്ലാ ജഡ്ജിമാരുടെ സാലറി വർദ്ധിപ്പിക്കുന്ന സമയത്ത് PSC അംഗങ്ങളുടെ സാലറിയും വർദ്ധിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവിക നടപടിയാണ്. ഒരു ഗവൺമെന്റിനും അതിൽ നിന്ന് മാറിക്കാൻ കഴിയില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണത്. അത് സമയം വൈകിപ്പോയി എന്നുള്ളതാണ്. 2006 ആണ് അവസാനമായി PSC അംഗങ്ങളുടെ ശമ്പള വർധന നടത്തിയിരിക്കുന്നത്. അതിനുശേഷം 2016 നടത്തലാണ്. കേന്ദ്ര ഗവൺമെന്റ് പാരിറ്റി വരുമ്പം 2016 പിന്നീട് നടത്തുന്നത്. അത് പിന്നീട് ഇപ്പൊ 2026 പുതിയ വരാൻ പോവാണ്. ഇത്രയും കാലത്തെ ഏതാണ്ട് 20 വർഷത്തെ സാലറി ഹൈക്കാണ് ഒന്നിച്ച് ഇപ്പം വളർന്നു വന്നിരിക്കുന്നത്. അത് കാണുമ്പം പൊതുസമൂഹത്തിന് വൈകാരികത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പൊതുസമൂഹത്തിൽ എല്ലാവർക്കും കിട്ടുന്നതല്ല. പക്ഷേ ഈ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനവും നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു ഭരണഘടനാ സ്ഥാപനം കേരളത്തിലുള്ളതുകൊണ്ടാണ് കേരളത്തിലെ സാധാരണക്കാർക്ക് തൊഴിൽ കിട്ടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലതരം റിക്രൂട്ട്മെന്റ് ബോർഡുകളാണ്. ആ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലൂടെ നടത്തുന്ന നിയമനം ഒരു ഭരണഘടനാ സ്ഥാപനം നടത്തുന്നതല്ല. ഈ ഭരണഘടനാ സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഭരണകൂടത്തിനും അതിന്റെ മുകളിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യമില്ല. അത് സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവവുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ നിരുത്സാഹപ്പെടുന്ന ചർച്ചകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു PSC മെമ്പർക്ക് ഞായറാഴ്ച അല്ലാത്ത ഒരു ദിവസം പോലും അവധിയായിട്ടോ ജോലി ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. അത്രയും വർക്ക് ലോഡ് ഉണ്ട്. അതുമാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ്ട് 1.5 കോടിയിലധികം ആപ്ലിക്കേഷൻസ് പ്രോസസ് ചെയ്യുകയും ഏതാണ്ട് 40,000-ഓളം പേർക്ക് നിയമനം നൽകുകയും ചെയ്യുന്നുണ്ട്. പബ്ലിക് സർവീസ് കമ്മീഷന്റെ സാലറി വർധന എന്ന് പറയുന്നത് നയപരമായ ഒരു നടപടി മാത്രമാണ്. കഴിഞ്ഞ 20 വർഷമായി അത് വർദ്ധിപ്പിക്കാതിരുന്നത് ഭരണകൂടങ്ങൾക്ക് വന്ന താഴ്ചകൾ മാത്രമാണ്. അതുകൊണ്ട് വർദ്ധിപ്പിച്ച ഇത് മുൻകാല പ്രാബല്യത്തോട് നൽകുക എന്നുള്ളത് ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അത് മാത്രമേ ഗവൺമെന്റ് ചെയ്യാനുള്ളൂ ഈ കാര്യത്തിൽ. ഭരണഘടനാ സ്ഥാപനമായ PSCയുടെ ശമ്പള പരിഷ്കരണം എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വവും നയവും തന്നെയാണ്. എന്നാൽ സംസ്ഥാനം വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴാണ് ഈ തീരുമാനം എന്നതുകൊണ്ടാണ് അതിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നതും ചർച്ചയാവുന്നതും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ. ആശയം നിർവഹണം C കൃഷ്ണകുമാർ. ശ്രദ്ധ.